അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മൂന്നാം ക്ലാസ്സിലെ ദുറൂസിലെ ഒന്നാം പാർട്ടിലെ 15ാമത്തെ പാഠം അർ-റളീഉൽ മുബാറക്, പുണ്യവാളനായ കുട്ടി കേട്ടോ, ബർക്കത്തുള്ള കുട്ടി. റളീ പറഞ്ഞാൽ മുല കുടിക്കുന്ന കൂട്ടിനെ പറ്റിയുള്ള റളിയ കുട്ടി തന്നെയല്ല അതും കേട്ടോ, പുണ്യമുള്ള കുട്ടി, ബർക്കത്തുള്ള കുട്ടി. വായിച്ചു നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ ഗ്രാമപ്രദേശത്തുള്ള ഉമ്മമാരെ ഏൽപ്പിക്കുന്ന പതിവ് അറബികൾക്കുണ്ടായിരുന്നു. കുട്ടികൾ ആരോഗ്യത്തോടെ വളരാനും ശുദ്ധമായ അറബി ഭാഷ സംസാരിച്ചു ശീലിക്കാനുമായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് ഏതാനും ദിവസം ആമിന ബീവി റളിയല്ലാഹു അൻഹ അഥവാ ഉമ്മ മുലപ്പാൽ കൊടുത്തു. കുറച്ചുകാലം സുവൈബത്തുൽ അസ്ലമിയ മുലയൂട്ടി. അവർ അബൂലഹബിൻ്റെ അടിമ സ്ത്രീയായിരുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അബൂലഹബ് മോചിപ്പിച്ചത് ഇവരെയായിരുന്നു. മനസ്സിലായില്ല? ഒരു കഥയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗർഭത്തിലായിരിക്കെ ഉപ്പ അബ്ദുള്ള വഫാത്തായിട്ടുണ്ട്. പിന്നെ എളാപ്പാരും മൂത്താപ്പാരും ഒക്കെയാണ് നബിക്ക് ഉള്ളത്. അപ്പോൾ ഗർഭിണിയായ നബി തങ്ങളുടെ ഉമ്മാൻ്റെ പ്രസവവും മറ്റുള്ള കാര്യങ്ങളും അവർ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അബൂലഹബ് ഇങ്ങനെ വീട്ടിൽ കുത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വെള്ളാട്ടി സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറഞ്ഞ പെണ്ണ് വന്നിട്ട് പറഞ്ഞ്, നിങ്ങളെ ഇളച്ചി പ്രസവിച്ചിരിക്കണ്, അഥവാ നിങ്ങളെ സഹോദരൻ്റെ ഭാര്യ ആമിനെ പ്രസവിച്ചിരിക്കണ്, ആൺകുട്ടിയാണ് പറഞ്ഞു. അതിങ്ങോട്ട് കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത സന്തോഷം. എടി, എനിക്ക് ഇജ്ജ് കേൾക്കാൻ പറ്റിയൊരു വാർത്ത ഇജ്ജ് കേൾപ്പിച്ചല്ലോ, ഇജ്ജ് ഇന്ന് മുതൽക്ക് അടിമയല്ല കേട്ടോ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം തന്നെ ഒരു ഉമ്മാക്ക് സന്തോഷം കൊടുത്തിട്ട്, ഇജ്ജ് ഇന്ന് മുതൽക്ക് അടിമയല്ല കേട്ടോ മോചിപ്പിച്ചു കൊടുത്തു. പിന്നെ ആ പെണ്ണ് അടിമയല്ല, വെള്ളാട്ടിയല്ല, പിന്നെ സാധാരണ സ്വതന്ത്രനായിട്ട് എന്ത് ചെയ്തു, ജീവിക്കാൻ അവസരം കിട്ടി. അങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു. 40 വയസ്സിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാന്ന് പറഞ്ഞു വന്നപ്പോൾ അത് കേട്ടപാട് സുവൈബക്ക് യാതൊരു മടിയില്ല. അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് ഈമാൻ കൊണ്ടു പരിപൂർണ സപ്പോർട്ട് ചെയ്തതാണ് പറഞ്ഞത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അബൂലഹബ് മോചിപ്പിച്ചത് ഇവരെയായിരുന്നു. പിന്നീട് മുലയൂട്ടിയതും 4 വയസ്സാകുന്നത് വരെ വളർത്തിയതും ഹലീമ ബീവിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുലയൂട്ടുന്ന ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഹലീമ എന്ന് പറഞ്ഞ ഉമ്മ ഏറ്റെടുത്തു. നബി തങ്ങളുടെ പോറ്റുമ്മയായിട്ട് പിന്നെ കേട്ടോ. വായിച്ചു നോക്കാം, കഥ വായിച്ചു നോക്കാം. ബനൂ സഅദിലെ ദുവൈബിൻ്റെ മകളായിരുന്നു ഹലീമ. അവരുടെ ഭർത്താവ് ഹാരിസായിരുന്നു. ഒരു ഭർത്താവിൻ്റെ പേര് ഹാരിസ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത് മുതൽ അവർക്കും കുടുംബത്തിനും പലവിധ അനുഗ്രഹങ്ങൾ ലഭിച്ചു. പറയട്ടെ, ഓരോന്ന് പറയട്ടെ. ക്ഷീണിതയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹക്ക് ഉന്മേഷം കൈവന്നു.
സ്വന്തം മകൻ അബ്ദുള്ളക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും യഥേഷ്ടം കുടിക്കാൻ പാലുണ്ടായി. അമ്മിഞ്ഞപ്പാൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കുട്ടി വേണ്ടേ? കുട്ടി വേണം അല്ലേ? ചെറിയ കുട്ടി ഉണ്ടാകുമ്പോഴേ അമ്മിഞ്ഞപ്പാൽ ഉണ്ടാവുള്ളൂ. അമ്മിഞ്ഞപ്പാൽ ഒരു കുട്ടിക്കുള്ള പാലാണ് സാധാരണ ഒരു ഉമ്മൻ്റെ മുലയിൽ നിന്ന് കിട്ടുള്ളൂ. എന്നാൽ ഈ കുട്ടി വീട്ടിലേക്ക് വന്നപ്പോൾ 2 കുട്ടിക്ക് ഇഷ്ടം പോലെ കുടിക്കാനുള്ള പാല് ആ മുലയിൽ അള്ളാഹു സൃഷ്ടിച്ചു. ആടുമാടുകൾ തടിച്ചു കൊഴുത്തു. ഓരോ വീട്ടിൽ കുറേ ആടും മാടൊക്കെ ഉണ്ടേനി. ഒന്നും പുല്ലൊന്നും കിട്ടാത്തതുകൊണ്ട് വളരെ ക്ഷീണിച്ച് ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഈ കൂട്ടി വന്നപ്പോൾ ആ കുട്ടിൻ്റെ ബർക്കത്ത് കൊണ്ട് ആടുകളൊക്കെ നല്ല പുല്ല് ഉഷാറായി, നല്ല തടിച്ചു കൊയ്ത്ത് നല്ല അവ ധാരാളം പാല് ചുരത്തി നല്ല പാല് കൊടുക്കാൻ തുടങ്ങി. വൃക്ഷങ്ങൾ തളിർത്തു. അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ നല്ല പച്ചയില വന്നു ഉഷാറായി. കായ്കനികൾ നിറഞ്ഞു. പഠിച്ചോനെ എന്തെല്ലാം കേൾക്കണില്ലേ? അതാണ് അത്ഭുതം പറഞ്ഞാൽ. വീട്ടിൽ എപ്പോഴും കസ്തൂരിയുടെ പരിമളം നിറഞ്ഞു നിന്നു. കസ്തൂരി കേട്ടിക്കണോ? കസ്തൂരി കേക്കല്ല, വാസനിക്കുക ചെയ്യുക. ആ കസ്തൂരി നല്ല സ്മെല്ല. ഏത് മനസ്സിനും ഇഷ്ടമുള്ള വാസനയാണ് കസ്തൂരിൻ്റെ സ്മെല്ല്. ആ വാസന ആ കുട്ടി വന്നത് മുതൽക്ക് 4 വർഷം ആ പെരിയിൽ കസ്തൂരി ഇങ്ങനെ വാസനിക്കന്നെ. രോഗങ്ങൾ വിട്ടുമാറി. പിന്നെ ആ വീട്ടിലൊരു അസുഖവും ഉണ്ടായിട്ടില്ല. രോഗങ്ങളൊക്കെ പോയി. സന്തോഷവും സമൃദ്ധിയും കളിയാടി. ബാക്കി വായിക്കാം. ആ അത്ഭുത ശിശു വളരെ വേഗം വളർന്നു. പെട്ടെന്ന് വലുതായി ആ കുട്ടി. നേരത്തെ സംസാരിക്കാൻ തുടങ്ങി, നേരത്തെ നീച്ചിക്കാൻ തുടങ്ങി, നേരത്തെ കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ പെട്ടെന്നായി. എല്ലാം അത്ഭുതം. നേരത്തെ പക്വത നേടി. കുഞ്ഞിന് 2 വർഷം പൂർത്തിയായി. പാല് കുടി നിർത്തി. അങ്ങനെയാണ് പാല് കൊടുക്കുള്ളൂ. പാല് കൊടുക്കാൻ കുട്ടീനെ ഏറ്റെടുത്താൽ 2 കൊല്ലം പാല് കൊടുക്കണം. 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ കുട്ടിൻ്റെ രക്ഷിതാക്കൾ തിരിച്ചേൽപ്പിക്കണം. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കുഞ്ഞുമായി മക്കയിലേക്ക് തിരിച്ചു. കുറച്ചു കാലം കൂടി കുട്ടിയെ നോക്കി വളർത്താൻ വിട്ടുതരണമെന്ന് അവർ ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് ആവശ്യപ്പെട്ടു. അല്ലാഹ് കൊടുക്കുവോ? കൊടുക്കുവോ? കൊടുക്കൂല. പക്ഷേ ഹലീമ ബീവി പറഞ്ഞു, ആമിന നിങ്ങളെ കുട്ടിക്ക് എല്ലാം ഇഷ്ടമാണ്, കുട്ടിക്ക് ഇനി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കാലം കുട്ടിയെ കൊണ്ടുപോകട്ടെ. അത് നിങ്ങൾ കൂലിക്കല്ല, ഇതുവരെ ശമ്പളത്തിനാണ് പാല് കൊടുത്ത്, ഇനി കൂലിക്കല്ല, ഞാൻ കുട്ടീനെ കൊണ്ട് ഇഷ്ടം കൊണ്ട് കൊണ്ടുപോകട്ടെ ചോദിച്ചു. ഹലീമ അതൊന്നും അന്തം വിട്ടു. എൻ്റെ കുട്ടീനെ ഞാൻ കൊടുക്കുക. കുട്ടീനെ ഇപ്പോൾ കിട്ടാൻ 2 കൊല്ലം ആ കാസ് കയറുന്നു. കിട്ടിയപ്പോൾ അപ്പോഴാണ് ഒരു വാർത്ത അവിടെ കേട്ടി. എന്താണ്? ഇവിടൊക്കെ ഒരു ജാതി രോഗം വന്നിട്ടുള്ളത് പകരുന്നുണ്ട്, അത് വന്ന് കുറേ കുട്ടികൾ മരിച്ചിരിക്കണ്. അപ്പോൾ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, അന്ന് മക്കയിൽ പകർച്ചവ്യാധി വ്യാപിച്ചിരുന്നു. അതിനാൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ സമ്മതം മൂളി. ഹലീമ ബീവി റളിയല്ലാഹു അൻഹക്ക് സന്തോഷത്തോടെ ബീവി സന്തോഷത്തോടെ കുട്ടിയുമായി മടങ്ങി. വലിയ സന്തോഷമായി. പഠിച്ചോനെ കിട്ടുമെന്ന് കരുതിയിട്ടില്ല. ഒരു ഉമ്മയും വിട്ടുകൊടുക്കൂല. ഈ പകർച്ചവ്യാധി ഹലീമക്ക് അനുഗ്രഹമായി. അങ്ങനെ പിന്നെയും കുട്ടി വീട്ടിലെത്തി. കഥ പറയട്ടെ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടൊപ്പം കളിച്ചു കൊണ്ടിരിക്കെ 2 മലക്കുകൾ വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ ശസ്ത്രക്രിയ നടത്തി, ഓപ്പറേഷൻ നടത്തി. ശസ്ത്രക്രിയ പറഞ്ഞാൽ മലയാളം, ഓപ്പറേഷൻ പറഞ്ഞാൽ ഇംഗ്ലീഷ്, ഓപ്പൺ ഓപ്പറേഷൻ കേട്ടോ. സംസം കൊണ്ട് കഴുകി, സംസം വെള്ളം കൊണ്ട് കഴുകി. മുറിവ് പെട്ടെന്ന് സുഖപ്പെട്ടു. ഒരു വേദനയും അനുഭവപ്പെട്ടില്ല. ഇത് ഒരു അത്ഭുത സംഭവമായിരുന്നു. പടച്ചോനെ, ഹലീമ ബീവി കാളിപ്പോയി. ഹലീമ ബീവി പേടിച്ചു. പടച്ചോ റബ്ബേ, ഈ കുട്ടിക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ. ആമിന കാത്തിരിക്കുകയാണ് തൻ്റെ പിഞ്ചോമനയെ.
ആമിന പേടിച്ചു. ആമിന പേടിച്ചു. ഇനിയും വല്ല അപകടവും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ട് ഹലീമ കുട്ടിയെ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന് മാതാവിനെ ഏൽപ്പിച്ചു. കഥകളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊടുന്നതാണ്. ഇനി അറബി ബോക്സ്. ഹലീമത്തു സഅദിയത്തു മുർളിഅത്തുൽ മുസ്തഫ. ഹലീമത്തു സഅദിയത്തു മുർളിഅത്തുൽ മുസ്തഫ. ഹലീമ റളിയല്ലാഹു അൻഹാ നബിയെ പാലൂട്ടിയ ഉമ്മയാണ്. മുർളിയാർന്ന പാലൂട്ടിയ ഉമ്മ. നമുക്കൊക്കെ ഒരു ഉമ്മയല്ലേ ഉള്ളൂ, രണ്ടുമ്മകളൊക്കെ ഉണ്ടാവും. ഒരു ഉമ്മയാണ് നമ്മളെ നാട്ടിൽ ഇപ്പം സർവ്വസാധാരണ ഒരു ഉമ്മാരുള്ളൂ. പക്ഷേ പഴയ കാലത്തും നിബിധങ്ങളുടെ കാലത്തൊക്കെ കുട്ടികൾക്ക് 1, 2, 3 ഉമ്മമാരുണ്ടാവും. ഒന്ന് പോറ്റുമ്മ, പ്രസവിച്ച ഉമ്മ. പിന്നെ പോറ്റുമ്മമാർ, അവരാണ് കുട്ടികൾക്ക് പാല് കൊടുത്ത് കുട്ടികളെ ഉഷാറാക്കും. അങ്ങനെ പോറ്റുമ്മമാർ. അങ്ങനെ പോറ്റുമ്മയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹലീമത്തു സഅദിയ. ഇനി എവിടെ ഹലീമത്തു സഅദിയ എന്ന് കണ്ടാലും മക്കൾ മനസ്സിലാക്കണം, ഇത് മുത്തുനബിന്റെ ഉമ്മയാണ്, പോറ്റുമ്മയാണ്, പാലൂട്ടി വളർത്തിയ ഉമ്മയാണ്. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനേ. ഇനി ഇവിടെ കുറച്ച് വായിക്കാണ്ട്, അത് ഞാൻ വായിച്ചു തരാം. തെദിരീബാത്ത് എഴുതാനുള്ള ഞാൻ വേറെ വീഡിയോ ചെയ്യാം. വലിയ വീഡിയോ കേട്ടോ. അതുകൊണ്ടാണ് നഖറഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാം. അൽലുഗത്തുൽ അറബിയ, അറബി ഭാഷ. മുബാറക്, അനുഗ്രഹീതൻ. റളഅ, മുലയൂട്ടൽ. മിസ്ക്, കസ്തൂരി. റളിയ, ശിശു. പുണ്യവാനായ കുട്ടി, ശിശു. പക്വത, യോഗ്യത, കാര്യബോധം. ഷഖ്ഖുസ്സദ്ർ, ഹൃദയ ശസ്ത്രക്രിയ. ഷഖ്ഖുസ്സദ്ർ, സ്വദർ, ഹൃദയ ശസ്ത്രക്രിയ. സുവൈബത്തുൽ അസ്ലമിയ, അബൂലഹബിന്റെ അടിമ സ്ത്രീ. ഹലീമത്തു സഅദിയ, സഅദിയ ഗോത്രക്കാരിയായ ഹലീമ ബീവി. ഇനി സെന്റൻസ് ഉണ്ടാക്കാനാണ്, വാക്യങ്ങൾ ഉണ്ടാക്കാനായി. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോകൾ നോക്കിക്കോളി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക്, ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് സർവ്വപാപങ്ങളും പുറത്തു തരണേ അല്ലാഹ്. ഇന്ന് ഖബറിലാണ് എൻ്റെ പൊന്നുപ്പ. ആ ഉപ്പാന്റെ ഖബറിലേക്ക് ഇതിൻ്റെ മിസിൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, ഓർമ്മശക്തി തരണേ അല്ലാഹ്, ഹിഫ്ള് തരണേ അല്ലാഹ്. ഉമ്മ ഉപ്പമാർക്ക് ഇഷ്ടപ്പെട്ട മക്കളായി ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനേ. പഠിക്കാനുള്ള മനസ്സ് തരണേ അല്ലാഹ്, നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ബന്ധപ്പെട്ടവർക്ക് മാരകമായ രോഗം നൽകി പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ വീട് ബറക്കത്തുള്ള വീടാക്കണേ അല്ലാഹ്, ഐശ്വര്യമുള്ള വീടാക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് നല്ല ഖൈറായ വീട് തരണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ആരോഗ്യം എത്തിക്കൊടുക്കണേ അല്ലാഹ്. ഉപ്പമാരെ ജോലിയിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ നീ യതീമുകളാക്കല്ല റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.